സ്വാഭാവികമായ വെള്ളത്തിൽ തന്നെയാണ്. അപ്പം ഫലമില്ലാത്ത കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടല്ല, വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ താമര വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ കാര്യങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാനല്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം അതിൻ്റെ ഫലമല്ല താമര ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഫലമല്ലാത്തതിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ഫലോത്പ്രേക്ഷ. ഫലമല്ലാത്തതിനെ ഫലമായി പറയുകയാണ്. ഫലമല്ല യഥാർത്ഥത്തിൽ, പക്ഷെ ഫലമായി പറയുകയാണ്. അതുകൊണ്ടത് ഫലോത്പ്രേക്ഷ. മനസ്സിലായില്ലേ? നിന്റെ പാദങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാനാണ് ആദ്യം താമര വെള്ളത്തിൽ തപസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. താമര സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അത് നിന്റെ കാലുമായി താതാത്മ്യം പ്രാപിക്കാനല്ല. അപ്പം ഒരു ഫലമില്ലാത്ത കാര്യത്തെപ്പറ്റി അതിൻ്റെ ഫലമാണ് ഇങ്ങനെ പറ്റുന്നത് എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഫലോത്പ്രേക്ഷ.